അല്ല എന്നെ തീയിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തീയിട്ട് എന്നിട്ട് നിങ്ങൾ പോയില്ല, വെല്ലുവിളിച്ച് മെനഞ്ഞാന്ന് വെല്ലുവിളിച്ച് കല്ലെടുത്ത് സ്റ്റെയറിന്റെ മുകളിൽ നിന്നിട്ട് എന്റെ തലയിലോട്ട് ഇറങ്ങി. പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പകൽ സമയത്ത് നടന്ന ഗുണ്ടാ വിളയാട്ടം. ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കുടിലിൻ്റെ തൂണുകൾ അറുത്ത് മുറിച്ച് കുടിലിന് തീയിടാൻ ശ്രമിച്ച യുവാവിന് നേരെ നിയമയുദ്ധവുമായി നാട്ടുകാർ ഒരുമിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വെള്ളിയാഴ്ച 12 മണിക്ക് ഞാനും എന്റെ കൊച്ചു കുട്ടിയായിട്ട് പെരേ കിടന്ന് ഉറങ്ങിക്കേണ്ടത്. വന്ന് ഈ പെരേടത്തിന്റെ ഉടമസ്ഥ വന്ന് ഒരു വാളിന്റെ ശബ്ദം കേട്ട് ഞാൻ ഓടി പുറത്തിറങ്ങിയിട്ട് എന്റെ വീട് മൊത്തവും 4 ചുറ്റും വാള് വെച്ച് അറുത്ത് വിട്ടിട്ട് ഞാനും എന്റെ കുട്ടി എത്തി നോക്കിയപ്പോ എന്റെ നേരിൽ അവൻ വാള് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. കാര്യം ഈ വസ്തു തകർക്കാം. ഈ വസ്തു എനിക്കുള്ളതാണ്. ഞാനും എന്റെ ഉമ്മയും എന്റെ സഹോദരങ്ങളും താമസിച്ചിരുന്ന കുടുംബം. എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഡോക്ടർ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ 2 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെതായ എല്ലാം കോടതിയിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ഈ വസ്തു ഈ സീന എന്ന് പറഞ്ഞ പെണ്ണിന് വേണമെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ മരുമകനുമായിട്ട് വന്ന് ചോദിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി 2-3 പ്രാവശ്യമായി എൻ്റെ വീട് വലിച്ചു പൊളിക്കുകയും ഒരിക്കൽ വലിച്ചു പൊളിച്ചു കളഞ്ഞ് അത് ഞാൻ 2ാമത് കെട്ടിയ വീടാണ് വീണ്ടും വലിച്ചു പൊളിച്ചത്. ഒരു ദിവസം രാത്രി വന്ന് വീട്ടിനടയുന്ന വാഴയും മരക്കമ്പും മൊത്തവും വെട്ടി അരിഞ്ഞ് അടുത്ത പറമ്പിലോട്ടിറങ്ങി. ഇങ്ങനെ ഒരുപാട് എനിക്ക് ആമ്പിള്ളേരുള്ളതുകൊണ്ട് എല്ലാം ഒതുങ്ങി ഞാൻ 1 വർഷം കൊണ്ടേ സഹിച്ചു. പക്ഷെ ഇപ്പോഴും അവർ നിർബന്ധമായിട്ട് അവരെന്നെ കൈയേറ്റം ചെയ്യാൻ ഒരുങ്ങിയിരിക്കും. അവരുടെ വീട്ടിൻ്റെ മകളിൽ നിന്നിട്ട് എന്നെ കല്ല് പറക്കി എറിയുകയും എന്നെ ചീത്ത പറയുകയും എൻ്റെ മക്കളെ ഭീഷണിപ്പെടുത്തി എൻ്റെ മക്കളെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും എന്ന് പറയും. എൻ്റെ കവാലം അടിച്ച് പൊട്ടിക്കും. എന്നെ ഒരുപാട് അഭിമാനക്കേടൊക്കെ പറയും. എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ ആമക്കളും 2-3 ആമക്കളും ഉള്ളതുകൊണ്ട് അവരെ സ്റ്റേഷനിൽ കൊടുക്കണ്ടെന്ന് ചൊല്ലി ഞാൻ എല്ലാം ഒതുങ്ങി. 1 വർഷം കൊണ്ടേ ഒതുങ്ങിയിട്ട് എന്നെ ഒതുങ്ങാൻ സമ്മതിക്കാതെ ഇപ്പോൾ വലിയ കയറി വന്നാണ് ഇത്രയും ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തീരുമാനം അവിടെ എന്തെങ്കിലും ദയവായി ചെയ്തത്. അല്ല, കോടതിയിൽ കേസായല്ലോ. ഓർഡർ കണ്ണംകുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവര് വന്ന് എന്തായെന്ന് വന്ന് ഇങ്ങനെ വരും, അങ്ങ് പോകും. അല്ല ഇതിന്റെ പൂർണ്ണമായിട്ട് വന്ന് എന്തായെന്ന് വേണ്ടി വന്ന് ഇതിനകത്ത് കയറി നോക്കി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ മെനഞ്ഞാന്ന് മോളിൽ കൊണ്ടുവന്ന് കൊടുത്ത്, ഇന്നലെ മോള് കൊണ്ടുവന്ന് സിഐക്ക് കൊടുത്ത് ഇട്ടിഞ്ഞ് വന്നു. നിങ്ങൾ നിയമപരമായ നടപടി എടുക്കണം. നിയമപരമായിട്ടല്ലാതെ അനീതിയായിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങളെ സാധുക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് സർക്കാർ ചെയ്യുന്നുണ്ട്. സാധുക്കൾക്ക് സംരക്ഷണം നൽകിയിരിക്കും. അത് പോലീസുകാരല്ല, ഉന്നത ഓഫീസർ പോലും ആർക്ക് സപ്പോർട്ട് ചെയ്താലും അവരെല്ലാം സമാധാനം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുക. ഈ കാണിച്ച അനീതി ഇത് ജനങ്ങൾ കാണട്ടെ. ഇത് അനീതി തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന ഒരു 6 വയസ്സായ കുട്ടി ഉമ്മയാണ്. അവരെ മക്കളില്ല. അവരെല്ലാവരും ജുമാ നേരം പോണ സമയത്താണ് ചെയ്തത്. എന്തെങ്കിലും ആയിപ്പോയി. ഈ 2 സെന്റിന്റെ പേരിൽ പറഞ്ഞ ആളുകളെ കൊന്നുകളഞ്ഞ എന്താണ് അവസ്ഥ? അല്ല, ഭീഷണിപ്പെടുത്തേ അല്ല, എന്നെ തീയിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തീയിട്ട് എന്നിട്ട് നിങ്ങൾ പോയില്ല, വെല്ലുവിളിച്ച് മെനഞ്ഞാന്ന് വെല്ലുവിളിച്ച് കല്ലെടുത്ത് സ്റ്റെയറിന്റെ മുകളിൽ നിന്നിട്ട് എന്റെ തലയിലോട്ട് ഇറങ്ങി. ശേഷം തീർത്ത് പറഞ്ഞു. ഒരിക്കൽ ഇട്ട് 1 പ്രാവശ്യം അവര് അത് സ്റ്റേഷനിലൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് കോടതിയിൽ നടക്കുന്ന കേസാണ്. അവരെന്താണ് പ്രതികരിക്കുന്നത്? അവര് അവിടെ ഇപ്പൊ ജഡ്ജ്മെന്റിന്റെ വാക്കിന് വില ഉണ്ടല്ലോ. അവര് തീരുമാനിക്കട്ടെ ഇവർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊടുക്കണമെന്ന്. അതല്ല അവർ ചെയ്യുന്നത്. അവരെ ഗുണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെന്നെ തീയിട്ട് കളയും. ഇവിടെ താമസിക്കുമെങ്കിൽ ഞാൻ ഒരിക്കൽ ഇട്ടിപ്പോ ഞാനാണ് തടഞ്ഞത്. അവൾ ആങ്ങളമാരാണ് ഇട്ടിപ്പോ അവളായിട്ട് വന്ന് തടഞ്ഞ് ഇനി ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂടെ അവർ വേവിച്ച് കളഞ്ഞു. 2ാമത് ഇപ്പൊ ഞാൻ പലിശയ്ക്ക് പൈസ എടുത്താണ് ഈ കൂടം വെച്ചത്. അതുകൊണ്ട് ഇന്നലെ കൊടുത്തു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ കോടതിയിലുള്ള ഓർഡർ എല്ലാം കയ്യിലുണ്ട്. പക്ഷേ കോടതിയിലെ ഓർഡർ കയ്യിലുണ്ടായിട്ടും പോലീസിന് നീതി കിട്ടുന്നില്ല. അല്ല, അവര് വരുമ്പോ പറയണെന്ന് വെച്ചാൽ അത് കോടതിയിൽ കിടക്കുകയല്ലേ കേസ്, അവിടെ നിന്ന് തീരുമാനം വരട്ടെ എന്നാണ് അവര് പോലീസ് പറയണത്. അല്ല, നിങ്ങളുടെ ജീവന് അപായമാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ ജീവൻ അപായമാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു പരാതി കൊടുക്കണം. ഇവർക്ക് പ്രൊട്ടക്ഷൻ വേണം. കാര്യം എന്നറിയാമോ,
2 ആൺമക്കളുള്ളതുകൊണ്ട് ഇവർ തൊട്ടേനും പിടിച്ചേനും വെക്കണം. അവന്മാരെ ജയിലിൽ എണ്ണിക്കുക, അവന്മാരെ വിലങ്ങിട്ട് കൊണ്ടുപോകും, അവന്മാരെ വെച്ചാണ് ഭീഷണിപ്പെടുന്നത്. അവന്മാര് സത്യത്തിൽ ഇതിന്റെ 7 അയലത്തെ അവന്മാരുമായിരുന്നില്ല. അല്ല, ഒരു കാര്യമുണ്ട്, ഇവിടെ ആരും ആരെയും ഒന്നും ചെയ്യില്ല. ഇവിടെ നീതിന്യായ കോടതിയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിന് പേടിക്കേണ്ട. ഇവിടെ നാട്ടുകാരുണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു അവസരവും വിഷമിക്കേണ്ട. നിങ്ങളെ സാധുക്കളായ നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.